ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസത്തിനുള്ളിലായിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്നും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ബേബി മോഷൻ പാസ് ചെയ്യണമെന്നും അത് കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നും 2 ദിവസമായിട്ട് മോഷൻ പോയില്ല എങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഹായ് മംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിലായിട്ട് പാസ് ചെയ്യുന്ന മോഷനെ പറയുന്ന പേരാണ് മെക്കോണിയം. ചില കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറിനുള്ളിലായിരിക്കുമ്പോൾ തന്നെ മെക്കോണിയം പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വയറിനുള്ളിൽ തന്നെ മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഉണ്ടാകത്തില്ല. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ബേബിയാണ് എങ്കിൽ കുഞ്ഞിൻ്റെ ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്നത് മെക്കോണിയമാണ്. ഒരു കറുത്ത കളറിൽ ഇക്കി പോലത്തെ ഫോമിലായിരിക്കും കുഞ്ഞിൻ്റെ ഫസ്റ്റ് മോഷൻ പോകുന്നത്. അതിനെ പറയുന്ന പേരാണ് മെക്കോണിയം എന്ന്. ഈ ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്ന മെക്കോണിയം പാസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് ഫസ്റ്റ് മോഷൻ പാസ് ചെയ്തില്ല എങ്കിൽ, അതായത് 24 മണിക്കൂറിനുള്ളിൽ പാസ് ചെയ്തില്ല എങ്കിൽ പീഡിയാട്രീഷ്യനോട് പറയണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് കുഞ്ഞ് എത്രത്തോളം ഫീഡ് ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ കുഞ്ഞിന് മോഷൻ വരത്തുള്ളൂ. കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിനുള്ളിലായിട്ട് അമ്മയ്ക്ക് മിൽക്ക് വരാറുണ്ട്. പക്ഷേ കുറഞ്ഞ അളവിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. ഇത് ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ്. പക്ഷെ വരുന്നതിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞിന് കുടിക്കാൻ കിട്ടുന്നതിൻ്റെ അളവും കുറവായിരിക്കും. അമ്മയ്ക്ക് ഈ ഒരു സമയത്ത് പാല് കുറവാണ് എങ്കിൽ, അതായത് കുഞ്ഞിന് പാല് കിട്ടുന്നതിൻ്റെ അളവ് കുറവാണ് എങ്കിൽ കുഞ്ഞ് 1-2 ദിവസം വരെ മോഷൻ പാസ് ചെയ്യാതിരിക്കാം. അത് നോർമലാണ്. ഡെലിവറി കഴിഞ്ഞ് 4 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കും. ആ സമയത്ത് കുഞ്ഞ് കൃത്യമായിട്ട് മോഷൻ പാസ് ചെയ്യുന്നതാണ്. അതായത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് ആ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ വയറ് ഫുള്ളാകുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് കൃത്യമായിട്ട് മോഷൻ പാസ് ചെയ്യും. ഈ സമയത്ത് മോഷൻ കാണുമ്പോൾ പലരും പേടിക്കാറുണ്ട്. കാരണം ഇങ്ങനെ വയറ് ഇളകുന്നത് പോലെ വെള്ളം പോലെ ലൂസായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. കുഞ്ഞ് പാല് കുടിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞിന് മോഷൻ പോകും. ഒരു ദിവസത്തിൽ 5-6 പ്രാവശ്യമൊക്കെ കുഞ്ഞിനിങ്ങനെ മോഷൻ പോകുന്നത് കാണാനായിട്ട് പറ്റും. ഇതിന് പറയുന്ന പേരാണ് ട്രാൻസിഷണൽ സ്റ്റൂൾ. വെള്ളം പോലെ ആയിരിക്കും ഈ ഒരു മോഷൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടി പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിൻ്റെ ഈ ഒരു സമയത്തുണ്ടാകുന്ന ഒരു മോഷൻ കാണപ്പെടുന്നത് ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളറിലായിരിക്കും. ഇത് ചെറിയ കുഞ്ഞുങ്ങളിൽ നോർമലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഡയറിയ ആണെന്ന് കരുതിയിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരു 4 ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞിന് ഇങ്ങനെ ഒരു ഡയറിയ പോലത്തെ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നത്. ഇത് ഏകദേശം ഒരു 20 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 മുതൽ 4 ആഴ്ച വരെ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള മോഷൻ പോകുന്നത് കാണാനായിട്ട് പറ്റും. അത് തികച്ചും നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. 3 to 4 വീക്ക് ആകുമ്പോഴാണ് കുഞ്ഞിന് റെഗുലർ മോഷൻ വന്നു തുടങ്ങുന്നത്. ഈ ഒരു സമയത്ത് കുഞ്ഞ് നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വയറ് നല്ലതുപോലെ നിറയുന്നതിന് ശേഷമായിരിക്കും കുഞ്ഞിന് മോഷൻ വരുന്നത്. ഈ സമയത്ത് ഫൈബർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. അത് കുഞ്ഞിന് മുലപ്പാൽ വഴി ലഭിക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അമ്മമാർ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. ഒരു 3 മുതൽ 4 ദിവസം വരെയൊക്കെ നോർമൽ എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 4 ദിവസമായിട്ട് മോഷൻ പോയില്ല എങ്കിൽ ഡോക്ടറെ കാണിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം. അമ്മ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് ഫീഡ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിച്ചതിന് ശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് കറക്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 ദിവസത്തിൽ കൂടുതൽ കുഞ്ഞിന് മോഷൻ പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കണം. കുഞ്ഞിന് 6 മാസം പ്രായമാകുന്നത് വരെ, അതായത് നമ്മൾ കുഞ്ഞിന് പുറത്തുനിന്നുള്ള ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം വരെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും മോഷൻ പോകുന്നത്. അതും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഫോർമുല മിൽക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങളായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 ദിവസം കഴിയുമ്പോഴും കുഞ്ഞിന് മോഷൻ പോകുന്ന സമയത്ത് ലൂസായിട്ടാണ് പോകുന്നതെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഹാർഡായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് മോഷൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രീഷ്യനെ കാണിക്കണം. അതുപോലെ തന്നെ 3 ദിവസത്തിലൊരിക്കലാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മോഷൻ പോകുന്നതെങ്കിൽ മോഷൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുഞ്ഞുങ്ങൾ കരയും, ഞെരിപിരി കൊള്ളും, ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കരച്ചിൽ മാറണമെന്നില്ല. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞുങ്ങൾ മോഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ മോഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഞെരിപിരി കൊള്ളുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു
കാര്യമാണ്. ഗ്രേപ്പ് വാട്ടർ കൊടുക്കും, അതുപോലെ തന്നെ മരുന്ന് ഉരച്ച് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കോൺസ്റ്റിപ്പേഷൻ്റെ ലക്ഷണമല്ല, വയറുവേദനയുടെ ലക്ഷണമൊന്നുമല്ല. കുഞ്ഞിന് മോഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞ് കാണിക്കുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, നാച്ചുറലായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ വരുന്ന ഒരു മോഷൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാതെ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മരുന്നോ ഗ്രേപ്പ് വാട്ടറോ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് പരീക്ഷിക്കാതെ ഇത് നോർമലാണെന്ന് കരുതിയിട്ട് അങ്ങ് വിടുക. ഞാൻ പറഞ്ഞതുപോലെ 3 ദിവസം കൂടുമ്പോൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടാണ് വരുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. അല്ല അത് ലൂസായിട്ടാണ് പോകുന്നതെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു 3 to 4 വീക്ക് ആകുമ്പോൾ ഇതെല്ലാം നോർമലായിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും ഉള്ള സംശയങ്ങൾ മാറി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്